ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞിരുന്നു ജാലിയൻവാല ബാഗ് കാണാൻ പോകുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ജാലിയൻവാല ബാഗിൻ്റെ ഒരു സ്തൂപം കാണാം. ജാലിയൻവാല ബാഗിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പറഞ്ഞുതരാം ജാലിയൻവാല ബാഗിനെ പറ്റിയിട്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അന്ന് നടന്ന സംഭവത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു വഴിയിലൂടെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളത്. അറിയാത്തവർക്കായി അന്ന് ഇവിടെ നടന്ന സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. എനിക്കും ഒരാൾ പറഞ്ഞു തന്നതാണ്. ഇവിടെ വെച്ച് നടന്ന ഒരു കൂട്ടക്കൊല സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഈ കൂട്ടക്കൊല നടക്കുന്നത് 1919 കേട്ടോ. അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗര അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ഒന്നായിരുന്നു 1919 മാർച്ച് 21 നിലവിൽ വന്ന റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനും വാറണ്ടി ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനും തടവിലാക്കാനും ബ്രിട്ടീഷ് പോലീസിന് അനുമതി നൽകി. അത് തീർത്തും പൗരാവകാശം അതിനെതിരായിരുന്നു. അതിനാൽ ഈ നിയമത്തിന് എതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കാം. ഗാന്ധിജി പറഞ്ഞു. പഞ്ചാബ് സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുലു എന്നിവരായിരുന്നു. എന്നാൽ അവരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചു 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. പിന്നീട് ഇത് ഒരു വലിയ സംഘർഷത്തിലാണ് ഇത് കലാശിച്ചത്. അങ്ങനെയാണ് അമൃത്സറിൽ 1919 ഏപ്രിൽ 13 പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും 4 പേരിൽ അധികം ആളുകൾ കൂടുന്നത് പോലും നിരോധിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ അന്ന് പഞ്ചാബിൽ നടക്കുന്ന വൈശാഖി ഉത്സവം ആഘോഷിക്കാനും വിനോദത്തിനും അമൃത്സറിന് അടുത്തുള്ള ജാലിയൻവാല ബാഗ് മൈതാനത്തിലേക്ക് ആളുകൾ കൂട്ടമായി വന്നു ചേർന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ആളുകൾ കൂട്ടമായി വന്നു ചേർന്നു. അന്ന് തന്നെയായിരുന്നു പ്രതിഷേധക്കാരും ഇവിടെ യോഗം ചേർന്നത്. ഇതറിഞ്ഞ റെജിനാൾഡ് ഡയർ സേനയുമായി എത്തി. സേന ചുറ്റും നിലയുറപ്പിച്ചു. ആയുധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു. ഒരുപാട് പേര് മരിച്ചു വീണു. മുറിവേറ്റവർ അതികാട്ടിലുമുണ്ടായിരുന്നു. പരിക്കു പറ്റിയവരെ നോക്കാനും വെള്ളം കൊടുക്കാനും പോലും പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണമായ സംഭവമാണ് ഗേസ് ജാലിയൻവാല കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഗേസ് അന്ന് ഇവിടെ നടന്ന സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അന്ന് നടന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. क्रांतिकारियों ने इस तहरीक को जवाब भी दिया। इसका मजबूर हो गया देश को समाज के से और की सत्ता है
Aquí. आएगा भी पता क्या है ना भैया, समझ जो ये समझ ये फोकस नहीं करते, इस बार में हमारा പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഗേസ്. ഷൈരി വെൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അന്ന് ഇവിടെ വെടിവെപ്പ് നടന്നിരുന്ന സമയത്ത് ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കിണർക്ക് ചാടി എന്നാണ് പറയുന്നത്. പിന്നീട് അവർ ഈ കിണറിൻ്റെ അടുത്ത് വന്നിട്ട് അവർ വെടിവെക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പല ഭാഗത്തുമായിട്ട് വെടിയുണ്ടകൾ തറച്ച ഭാഗങ്ങൾ കാണാം. അവിടെ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ വെടിയുണ്ടകൾ വന്ന് പതിച്ചതാണ് കേട്ടോ. After taking into consideration Reginald General Dyer's response for his actions on 13th of April 1919 at Jallianwala Bagh in Amritsar, the committee has reached its conclusion. It declares Reginald General Dyer not guilty of his actions on 13th of April 1919. ഇവിടെയുണ്ട് ഒരുപാട്. ഇവിടെ കുറച്ച് ചേരുവകൾ കാണാം ഗേസ്. എനിക്ക് തോന്നുന്നത് രാത്രി ഇവിടുത്തെ സ്റ്റോറികളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്ന ചേരുവകളൊക്കെ അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ പുറത്തിറങ്ങാണ്. ഒരുപാട് കടകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.